ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ കാനഡ ടു ഇന്ത്യ നമ്മൾ ഇന്ന് പറക്കുകയാണ്. എന്താ പറയുക, ഇന്നത്തെ ഒരു യാത്രയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് അതായത് കാനഡയിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക്, അതായത് നമ്മുടെ കൊച്ചിയിലേക്കാണ് കേട്ടോ ഞാൻ വരുന്നത്. കൊച്ചിയിൽ നിന്ന് ഇറങ്ങുന്നിടം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്താ പറയുക, ഇന്നിതാ നല്ല തണുപ്പും മഞ്ഞും എന്താ പറയുക, അതേപോലെ തന്നെ കാറ്റും ഒരുമാതിരി വൃത്തികെട്ട ഒരു വെതറായിരുന്നു കേട്ടോ ഇന്നത്തേത്. അങ്ങനെ ഇതാ ഊബറൊക്കെ എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നേരെ എയർപോർട്ടിൽ വന്നതിന് ശേഷം എന്താ പറയുക, എവിടെയാണ് എൻ്റെ ഗേറ്റ് നമ്പർ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ അവിടെ റെഡിയായി കിടപ്പുണ്ട്. ഞാൻ പോകുന്നത് എത്തിഹാദിനാണ് കേട്ടോ, വയാ അബുദാബിയാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയുക, ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നേരെ ഞാൻ നമ്മുടെ ലോഞ്ചിലേക്ക് ഞാൻ പോയി. ലോഞ്ച് ചെന്നതിന് ശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ഫുഡ്. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ഏകദേശം ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു ഉച്ച 2:30 ഫ്ലൈറ്റിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 11:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ എന്താ പറയുക, എല്ലാം വളരെ പെട്ടെന്ന്, നോ റഷ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഫ്ലൈറ്റിൽ ചെന്നു, ഞാൻ സെറ്റിലായി. ഞാൻ എന്താ പറയുക, ഞാൻ എപ്പോഴും എന്താണെന്നറിയത്തില്ല, എനിക്ക് ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് റോയിലെ സീറ്റ്, അതും എന്താ പറയുക, ഈ ഒരു വിൻഡോ സീറ്റ് എൻ്റെ ഫേവററ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു സീറ്റാണ് ബുക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ മറ്റ് എന്താ പറയുക, ട്രാവലേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ അവരുടെ എന്താ പറയുക, കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയെടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവരുടെ ഒരു ചെറിയൊരു അമ്യൂണിറ്റി കിറ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഹാൻഡ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ഇങ്ങനെയൊക്കെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു ഫ്ലൈറ്റിൽ അധികം ആൾക്കാരാരുമില്ല. അതായത് ഞാനിരുന്ന ആ ഒരു സോണിൽ ഏകദേശം ഒരു 10 പേരോ അല്ലെങ്കിൽ ഒരു 15 പേര് തികച്ചുണ്ടാകത്തില്ല, അത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടിങ്ങനെ ഇത്രയും ആൾക്കാർ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ആ ഒരു യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഈ നാട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 21 ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഫ്ലൈറ്റിലൊക്കെ ആൾക്കാരൊക്കെ കുറവ്. അതേപോലെ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ. ബട്ട് എന്താ പറയുക, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ഒരു ഡിലേ ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എവറിത്തിങ് വാസ് വെരി സ്മൂത്ത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്ത് നഷ്ടമായിരിക്കാം ഈ ഒരു കമ്പനിക്ക് അല്ലേ, വളരെ കുറച്ച് ട്രാവലേഴ്സുമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ റൺവേയിലേക്ക് വന്ന് നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ പോയി നമ്മളിങ്ങനെ പറക്കാൻ പോവുകയാണ് കേട്ടോ. ഫ്രം കാനഡയിൽ നിന്ന് നേരെ നമ്മൾ അബുദാബിയിലേക്ക് വരികയാണ്. അപ്പോൾ കാനഡയ്ക്ക് ചെറിയൊരു ടാറ്റ ബൈ ബൈ, ചെറിയൊരു വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എൻ്റെ പ്രാർത്ഥന ഈ ഒരു വിൻ്ററും കാര്യങ്ങളൊക്കെ കഴിയണമെന്നാണ്. എനിവേസ് ലെറ്റ്സ് സീ അല്ലേ, നോക്കാം. അങ്ങനെ ഫ്ലൈറ്റ് ചെറുകെ പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇനിയിപ്പം നേരെ മേഘങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇടിച്ച് കുത്തി പോകുന്നത് നമുക്ക് കാണാം. കാരണം വെതർ വളരെ മോശമാണ്, വിസിബിലിറ്റി ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ടും എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ആകെപ്പാടെ അങ്ങും ഇങ്ങുമൊക്കെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, ഈ ഒരു ഫ്ലൈറ്റിൽ ഞാൻ മിക്കപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ എത്തിഹാദാണ് കേട്ടോ ബുക്ക് ചെയ്യുക. കാരണം എനിക്ക് അവരുടെ ഒരു സർവീസും കാര്യങ്ങളും, എനിക്ക് അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആവട്ടെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ് എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത് എത്തിഹാദാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല, എപ്പോഴും ഇങ്ങനെ ഫുള്ളി എല്ലാ സീറ്റും ബുക്ക്ഡായിട്ട് അങ്ങനെയാണ് ട്രാവൽ ചെയ്യാറുള്ളത്. ബട്ട് ഇന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നൈസ് ടു. കാരണം എന്താ പറയുക, എനിക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങിയൊക്കെ വരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയമായപ്പോഴത്തേക്കും ഭയങ്കര ടർബുലൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഫുഡ് ഇരിക്കുന്നത് കണ്ടില്ല, എൻ്റെ ഡ്രിങ്ക്സ് ഇരുന്നിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന കാണുമ്പം തന്നെ മനസ്സിലാവും. നല്ല ടർബുലൻസ് ആയിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എന്താ പറയുക, പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഭയങ്കര ഷേക്കാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി.
നമ്മളിങ്ങനെ ആ പുറത്തെ ഭംഗിയും കുറച്ച് എന്താ പറയുക ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനുണ്ടായിരുന്നത് ചിക്കൻ, അതായത് ബട്ടർ ചിക്കനും റൈസും പിന്നെന്താ പറയുക കുറച്ച് വെജീസും പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ആസ് യൂഷ്വൽ അതിനകത്ത് എന്തെങ്കിലും ഒരു വീറ്റ് ബ്രെഡ് ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്ന വെജീസ്. എനിക്കൊന്ന് ലൈക്ക് ഒരു പ്രോട്ടീൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കണ്ടൻസ് ആയിരുന്നു കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സോ നമുക്കിനി കുറച്ച് നേരം എൻ്റെ യാത്രയൊക്കെ കാണാം കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, അങ്ങനെ മോശം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെറുകെ അവർ ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നതൊക്കെ എടുത്തു. ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിനി കുഞ്ഞതായിട്ടൊന്ന് ചേർന്ന് കുറച്ച് നേരം ഒന്നും നമുക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ എന്നാൽ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അങ്ങനെ ഫ്ലൈറ്റിലെ വാഷ്റൂമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ വാഷ്റൂം ഇരിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ ഓപ്പൺ ആയിരിക്കും, റെഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടാണ് കേട്ടോ. സോ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന ടിഷ്യൂസ്, ഫേസ് വാഷ്, എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഹോട്ട് വാട്ടർ വേണോ കോൾഡ് വാട്ടർ വേണോ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. സോ അപ്പം ഇതാണ് ചെറിയൊരു എന്താ പറയുക ഫ്ലൈറ്റിലെ വാഷ്റൂമിൻ്റെ ചെറിയൊരു ടൂർ കേട്ടോ. അങ്ങനെ ഇതാണ് ഫ്ലൈറ്റിലെ നൈറ്റ് ടൈം, അതായത് ഉറങ്ങുന്ന ടൈം ആകുമ്പം നോ ലൈറ്റ്സ്, എല്ലാവരും ഉറങ്ങുമായിരിക്കും. അങ്ങനെ ഞാനും ചെറുകെ അങ്ങോട്ട് കിടന്നു കേട്ടോ, അങ്ങോട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എഴുന്നേറ്റപ്പോൾ അടിപൊളി വീണ്ടും നല്ല 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 എന്താ പറയുക വെറൈറ്റി നല്ല എന്താ നമ്മുടെ കണ്ണിന് നല്ല എന്താ പറയുക ഭയങ്കര നല്ല കുളിർമ നൽകുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്തൊക്കെയോ ആലോചിച്ചും കുട്ടിയൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഭക്ഷണം വന്നിരിക്കുന്നു, അടുത്ത ഫുഡ്. അങ്ങനെ അടുത്ത ഫുഡ് വന്നു. അപ്പോൾ ഇനി ഞാൻ വിരിച്ച് ചെറുക്കെ അടുത്ത ഫുഡ് കഴിക്കാം. അപ്പോൾ എനിക്ക് ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനോട് വലിയൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ബട്ട് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ ഒരു ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ ഞാൻ ഫ്രൂട്ട്സ് അങ്ങ് കഴിച്ചു കേട്ടോ, കാരണം എനിക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കഴിക്കാം, കാരണം എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഇഷ്ടമല്ലല്ലോ. സോ ഞാൻ അതിനെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടില്ലേ, ചീസ് ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയുക, എൻ്റെ ഈശ്വര, എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വെള്ളം വരിക കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സോസേജ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ സെറ്റായിട്ടൊക്കെ ഇരുന്നു. അപ്പോഴായിരുന്നു അതിനകത്ത് ഒരു ഡെസേർട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യോഗോട്ട് വിത്ത് റാസ്ബെറി ആയിരുന്നു. യോഗട്ട് ഭയങ്കര പുളിയാണ് കേട്ടോ. എനിക്ക് പുളിയുള്ള ഭക്ഷണം അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ബ്രെഡ് അല്ലാതെ ഇത് ക്രോസൻ്റ് ആയിരുന്നു കേട്ടോ. ക്രോസൻ്റ് ജാമ് കൂടെ കഴിച്ചതിന് ശേഷം എന്താ പറയുക യോഗട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഈ ജാമ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ബ്രെഡ് ആവട്ടെ ക്രോസൻ്റ് ആവട്ടെ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ യോഗോട്ട് വീണ്ടും എടുത്തു. എൻ്റെ ഈശ്വര, അപ്പോഴും ഭയങ്കര പുളി കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. അങ്ങനെ ബട്ട് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അബുദാബി എത്താറായപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. എനിക്കിത് കണ്ടിട്ട് മാൽദീവ്സ് ഒക്കെ പോലെയൊക്കെ എനിക്ക് തോന്നി. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ, എന്ത് രസമാണ്. അങ്ങനെ കുറേ നേരം ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ അബുദാബിയിൽ ലാൻഡായിട്ടോ. ഒരു മോർണിംഗ് ടൈം 11:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു കേട്ടോ ഞാൻ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല അടിപൊളി ഒരു എയർപോർട്ടാണ് കേട്ടോ. വലിയൊരു എയർപോർട്ടാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഞങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് പറയണ്ടല്ലോ, കുറേ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ അതിനകത്തൂടെയൊക്കെ ഇങ്ങനെ വിരളിയെടുത്ത് ഞാനിങ്ങനെ നടന്നു ഗൈസ്. കുറേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ അതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നേരെ പോയിട്ട് ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ പേൾ ലോഞ്ചിലേക്ക് വന്നാണ് കേട്ടോ. പേൾ ലോഞ്ചിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ആദ്യം ഫുഡ് കഴിച്ചൊക്കെ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം എടുത്തിട്ടുണ്ടായിരുന്ന ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇതാ നമ്മുടെ ഗേറ്റിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ, അതായത് ഫ്രം അബുദാബി ടു കൊച്ചി നമ്മൾ പോവുകയാണ്. സോ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ഒരു നൈറ്റ് 8:39 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കേ നമ്മൾ എത്തത്തുള്ളൂ. അങ്ങനെ ദാ ഇവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റ് നേരെ ദാ പൊങ്ങുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്കത്തെ എന്താ പറയുക, കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാ വെളിയിലേക്ക് നോക്കിയപ്പോൾ കുറേ മേഘങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മളിതാ കൊച്ചി എത്തി. ഓ മൈ ഗാഡ്, നമ്മളങ്ങനെ കൊച്ചി എത്തി കേട്ടോ. അതാ കണ്ടില്ലേ, കുഞ്ഞു 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 കുറേ വെട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കൊച്ചി നഗരമാണ് ഈ കാണുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ലാൻഡ് ആവുകയാണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. ഫൈനലി ഇതാ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മളിതാ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലേക്ക്. കൊച്ചി വന്ന് ഇതാ ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു. അപ്പം ഇതാ ഞാൻ ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എനിക്ക് ചേട്ടായി അപ്പുചേട്ടനോട് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വന്നു. അപ്പം ഇതാ കാശിക്കുട്ടനുണ്ട്, ആര്യയുണ്ട്, അപ്പുചേട്ടനുണ്ട്, ചേട്ടായുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഇവരെല്ലാവരും. അങ്ങനെ പിന്നെ ഇതാ അപ്പം ഞാൻ ആര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് പൊതിച്ചോറ് കൊണ്ടുവരണമെന്ന് കേട്ടോ. അപ്പം ഞാനും കാശിക്കുട്ടനും കൂടെ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞിട്ട് വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് കഴിക്കട്ടോ കേട്ടോ. അത്രയ്ക്കും കൊതിയായിരുന്നു കേട്ടോ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി. താങ്ക് യു എത്തിഹാദ് ഫോർ ദ സേഫ് ആൻഡ് കംഫർട്ടബിൾ ട്രിപ്പ്. അപ്പോൾ പോട്ടെ, ബൈ.